ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾക്ക് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് സാക്ഷ്യം വഹിക്കും. ഇന്നലെ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ വിദേശകാര്യമന്ത്രി S ജയശങ്കറും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തള്ളിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. ചർച്ചയുടെ സമാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസാരിക്കുമെന്നാണ് സൂചന. വിനീത VG ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, അപ്പോൾ ഇന്നും സജീവമായ ചർച്ച നടക്കുമല്ലേ പാർലമെന്റിൽ? വിവരങ്ങൾ വിനീത. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നും ഇരു സഭകളിലുമാണ് ഇന്നും ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണവും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ സമാനമായിട്ടുള്ള ചർച്ചകൾ തന്നെ ഇന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് രാജ്യസഭയിലും ഇതേ വിഷയം ചർച്ച ചെയ്യും. ഇന്നലെ ലോക്സഭയിലാണ് ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 16 മണിക്കൂർ ചർച്ചയ്ക്കായി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചില വ്യക്തതകൾ കൂടി വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് തുടക്കം മുതൽ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ഇടപെട്ടുവെന്ന ട്രംപിന്റെ വാദമുണ്ട്. ഈ വാദം പൂർണ്ണമായും തള്ളുകയാണ് ഇന്നലെ വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കൊന്ന് അമിത്ഷായും ഈ ലോക്സഭയിൽ ഈ വിഷയത്തിന്മേൽ ചർച്ച നടന്നപ്പോൾ ഇടപെടുകയുണ്ടായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് അമിത്ഷാ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ അവർ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം എന്നുള്ളത് ഇതിൽ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം. പക്ഷേ അതിനെ പാടെ തള്ളുക തന്നെയാണ് ചെയ്യുന്നത് വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും ഒക്കെ. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ നടത്തിയ ഓരോ നടപടികളും എണ്ണിയാണ് ഇന്നലെ S ജയശങ്കർ സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ നമ്മുടെ മന്ത്രിമാരോടല്ല വിശ്വാസമെന്ന് ഇന്നലെ അമിത്ഷായും സഭയിൽ സൂചിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിനെതിരെ ചില രൂക്ഷ വിമർശനങ്ങളടക്കം ഇന്നലെ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാജ്യസഭയിലും ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇതിൽ ആഭ്യന്തര വകുപ്പിന് കൂടി പങ്കുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കാരണം സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ആഭ്യന്തര മന്ത്രാലയത്തിനാണ്, ആഭ്യന്തര വകുപ്പിനാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ന് ഈ ചർച്ച അവസാനിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി കൂടി ഇന്ന് സംസാരിച്ചേക്കുമെന്നുള്ളത് തന്നെയാണ് സൂചന. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രിയങ്ക ഗാന്ധിയും ഇന്ന് സംസാരിച്ചേക്കും. ഇന്നലെ അതിന് സമാനമായിട്ടുള്ള ചർച്ചകളൊപ്പം തന്നെ വാഗ്വാദങ്ങളൊക്കെ തന്നെ ഇന്ന് ഇരു സഭകളിലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് പുറമെ മറ്റു ചില വിഷയങ്ങൾ കൂടി, അതായത് ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ചെയ്ത സംഭവം, ഒപ്പം തന്നെ പിന്നാലെ ഉണ്ടായ ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇന്നലെ ആ സഭയിൽ ഉന്നയിക്കുകയും അതിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും സഭകളിൽ അത്തരത്തിലേക്കുള്ള നടപടികൾ കൂടി ഉണ്ടാകും. പക്ഷേ അതേസമയം ഇന്ന് ഇരു സഭകളിലും പ്രക്ഷുബ്ധമാവുക ഓപ്പറേഷൻ സിന്ദൂറും ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണവും സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളിൽ തന്നെയായിരിക്കും. ഉന്മേഷ്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.